ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറിന് പതിവ് പോലെ കടുപ്പത്തിലൊരു ചായ എടുക്കല്ലേ? ആയിക്കോട്ടെ. അപ്പൊ കടിയാ? കടി വേണ്ട. കറക്റ്റാ, കടി കുറക്കണം നല്ലതാ. വേദിക ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? ഷീസ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. വേദിക ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അവൾക്ക് കുറ്റബോധമുണ്ട്. അമ്പലത്തിലെ പ്രോഗ്രാമിന് താൻ ഉണ്ടാവണമെന്ന് അവൾ വാശി പിടിക്കുക. അല്ല സർ, അത് ഞാൻ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ പ്രോഗ്രാം നടക്കില്ലേന്ന്. അപ്പോൾ അവൾ പറയുക ഇല്ലാന്ന്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അവളുടെ മനസ്സ് വായിച്ചെടുത്തു. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. ചായ. സർ, രാവിലെയും വൈകിട്ടും കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് കുടുംബം കഴിയുന്നതും ഞാൻ പഠിക്കുന്നതും. അതിനിടയിൽ കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ മനസ്സല്ല അവൾക്ക്. തനിക്കൊരിക്കലും അവളൊരു ബാധ്യതയാവില്ല. ചൂടുള്ള വാർത്ത. റോഷ, ക്യാമ്പസിനുള്ളിൽ ചൂടുള്ള വാർത്ത. കലാതിലകത്തിന് പ്രണയം. ആരോട്? റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട്. വൺ വേയാ. ആ മണങ്കൂസിനോടോ? അതെ. അവക്കിതെങ്ങനെ? അവന്റെ മൃദംഗം അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നേ. റോഷ, മുളയിലെ നുള്ളിക്കഴിഞ്ഞ അവൻ പിന്മാറിക്കോളും. ഒന്ന് പേടിപ്പിച്ചുവിട്ടായെന്നേ. റിയൽ ഫൈറ്റേഴ്സ് മെമ്പറാ. അവൻ്റെ ദേഹത്ത് കൈവച്ച നിങ്ങൾ 4, ഞങ്ങൾ 10. ഞങ്ങളുടെ ഇടം. അവൻ കലാതിലകത്തെ പ്രേമിക്കും, കെട്ടും. വി വിൽ സപ്പോർട്ട് ഹിം. ഞങ്ങളുടെ സപ്പോർട്ടോടുകൂടി എതിർക്കാൻ വന്നാ